Hi, NextinWeb Malayalamത്തിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ഇപ്പോൾ തന്നെ ചെയ്യുക. സബ്സ്ക്രൈബ് ബട്ടന്റെ അടുത്തായി കാണുന്ന ബെൽ ഐക്കൺ കൂടി പ്രസ് ചെയ്താൽ ഇനി മുതൽ നോട്ടിഫിക്കേഷൻസ് ലഭിക്കും. ആഴ്ചകളുടെ കാത്തിരിപ്പിന് ശേഷം Redmi Note 7 ഇന്ത്യയിൽ ലോഞ്ച് ചെയ്തു. ഇതിന്റെ കൂടെ തന്നെ Redmi Note 7 Proയും ലോഞ്ചായി. ഇന്ത്യയിലാണ് ഈ സ്മാർട്ട്ഫോണിന്റെ ആദ്യത്തെ ലോഞ്ച്. Redmi Note 7 എന്ന പേരും 48 എന്ന നമ്പറും കൂട്ടിച്ചേർത്ത് xiaomi ദിവസങ്ങളായി ഫേസ്ബുക്കിലും ട്വിറ്ററിലും പോസ്റ്റുകൾ ഇടുന്നുണ്ടായിരുന്നു. പക്ഷേ അവസാനം ലോഞ്ച് ചെയ്തപ്പോൾ 48 മെഗാപിക്സൽ ക്യാമറ Redmi Note 7 Proയിൽ മാത്രമായി. Redmi Note 7 കുറിച്ച് ഈ വീഡിയോയിൽ പറയുന്നില്ല, അത് വേറെ വീഡിയോ ആണ്. 4GB റാമും 64GB സ്റ്റോറേജുമുള്ള വേർഷന്റെ വില 13,999 രൂപയാണ്. 6GB റാമും 128GB സ്റ്റോറേജുമുള്ള വേർഷന്റെ വില 16,999 രൂപയും. നെപ്റ്റ്യൂൺ ബ്ലൂ, നെബുല റെഡ്, പിന്നെ സ്പേസ് ബ്ലാക്ക് എന്നിങ്ങനെ 3 കളർ ഓപ്ഷനുകളിലായിരിക്കും ഈ സ്മാർട്ട്ഫോൺ വാങ്ങാൻ സാധിക്കുക. ആദ്യത്തെ 2 കളർ വേരിയൻസിനും പുറകിൽ ഒരു ഗ്രാഡിയൻ ഫിനിഷ് ആയിരിക്കും ഉണ്ടാവുക. mi.com, Flipkart, പിന്നെ mi ഹോം സ്റ്റോഴ്സ് എന്നിവ വഴി ആദ്യ സെയിൽ മാർച്ച് 13 ഉച്ചയ്ക്ക് 12 മണിക്കാണ്. മറ്റുള്ള ഓഫ്ലൈൻ റീറ്റെയിൽ ഷോപ്പുകളിൽ അടുത്തു തന്നെ ഈ സ്മാർട്ട്ഫോൺ ലഭിച്ചു തുടങ്ങും. ലോഞ്ച് ഓഫറായി ഒരു അൾട്രാ സ്ലിം കേസ് ഫോണിന്റെ കൂടെ ലഭിക്കും. എയർടെൽ യൂസേഴ്സിന് എയർടെൽ താങ്ക്സ് ബെനിഫിറ്റായി 1120GB ഡാറ്റയും അൺലിമിറ്റഡ് കോളിംഗും എയർടെൽ TV പ്രീമിയത്തിലേക്കുള്ള ഫ്രീ ആക്സസും ലഭിക്കും. ഇതിന്റെ കൂടെ തന്നെ ലോഞ്ച് ചെയ്ത Redmi Note 7 ആദ്യ സെയിൽ മാർച്ച് 6 വില ആരംഭിക്കുന്നത് 9,999 രൂപ മുതലും. Redmi Note 7 അതേ ഓറ ഡിസൈനിൽ തന്നെയാണ് Redmi Note 7 Proയും വരുന്നത്. 11nm മാനുഫാക്ചറിംഗ് പ്രോസസ്സിൽ നിർമ്മിച്ച Qualcommന്റെ Snapdragon 675 2GHz octa-core SoC ആണ് Redmi Note 7 Proയിലുള്ളത്. Adreno 512 GPU ആണ് ഇതിൽ ഗ്രാഫിക്സ് കൈകാര്യം ചെയ്യാൻ വേണ്ടിയുള്ളത്. 4GB പിന്നെ 6GB എന്നീ റാം ഓപ്ഷനുകൾ ലഭിക്കുന്ന ഈ സ്മാർട്ട്ഫോണിൽ യഥാക്രമം 64GB പിന്നെ 128GB എന്നിങ്ങനെയാണ് ഇന്റർണൽ സ്റ്റോറേജ്. ഹൈബ്രിഡ് സിം സ്ലോട്ടിൽ മൈക്രോ SD കാർഡ് ഉപയോഗിച്ച് 256GB വരെ സ്റ്റോറേജ് കൂട്ടിച്ചേർക്കാനും സാധിക്കും. Redmi Note 7 അതേ ഡിസ്പ്ലേ ആണ് Redmi Note 7 Proയിലുമുള്ളത്. Gorilla Glass 5 പ്രൊട്ടക്ഷനുള്ള 6.3 ഇഞ്ചിന്റെ Full HD Plus സ്ക്രീനിന് 19.5:9 ആണ് ആസ്പെക്ട് റേഷ്യോ. വാട്ടർഡ്രോപ്പ് സ്റ്റൈൽ നോച്ച് ആണ് ഈ സ്മാർട്ട്ഫോണിനുള്ളത്. 409 ppi ആണ് പിക്സൽ ഡെൻസിറ്റി. ഡിസ്പ്ലേക്ക് മാത്രമല്ല Gorilla Glass 5 പ്രൊട്ടക്ഷൻ ബാക്ക് പാനലിനും Gorilla Glass 5 തന്നെയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. പുറകിലുള്ള ഡ്യുവൽ ക്യാമറ സെറ്റപ്പാണ് ഈ സ്മാർട്ട്ഫോണിന്റെ പ്രധാന ഹൈലൈറ്റ്. ഈ സെറ്റപ്പിൽ f1.79 അപ്പേച്ചറുള്ള ഒരു സോണി IMX 586 48 മെഗാപിക്സൽ സെൻസറും സെക്കൻഡറി ഡെപ്ത് സെൻസറായി മറ്റൊരു 5 മെഗാപിക്സൽ സെൻസറുമാണുള്ളത്. Honor View 20 അതേ 48 മെഗാപിക്സൽ സെൻസർ തന്നെയാണ് ഇവിടെയും ഉപയോഗിച്ചിരിക്കുന്നത്. Redmi Note 7 ഓട്ടോ മോഡിൽ ഫോട്ടോസ് എടുക്കുമ്പോൾ പിക്സൽ ബൈൻഡിംഗ് എന്ന മെത്തേഡ് ഉപയോഗിച്ച് 4 പിക്സലുകൾ കൂട്ടിച്ചേർത്ത് ഒരു വലിയ പിക്സൽ ഉണ്ടാക്കും. അപ്പോൾ എടുക്കുന്ന പിക്ചേഴ്സിന്റെ ഇമേജ് റെസൊല്യൂഷൻ 12 മെഗാപിക്സൽ മാത്രമായിരിക്കും. പക്ഷേ കുറഞ്ഞ വെളിച്ചത്തിൽ പോലും മികച്ച ഫോട്ടോസ് എടുക്കാൻ ഈ ക്യാമറയ്ക്ക് സാധിക്കും. ഇമേജ് സൈസ് 12 മെഗാപിക്സൽ ആയിരിക്കുമെന്ന് മാത്രം. 48 മെഗാപിക്സൽ റെസൊല്യൂഷനിലും ഫോട്ടോസ് എടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. പക്ഷേ ഈ പറഞ്ഞ 12 മെഗാപിക്സൽ ഫോട്ടോസിന്റെ അത്രയും ക്ലാരിറ്റി ആ പിക്ചേഴ്സിനുണ്ടാവില്ല. ഫ്രണ്ട് ക്യാമറയായി f2.0 അപ്പേച്ചറുള്ള 13 മെഗാപിക്സലിന്റെ സെൻസറാണ് ഉപയോഗിച്ചിരിക്കുന്നത്. പുറകിലെ ക്യാമറയ്ക്ക് 30 ഫ്രെയിംസ് പെർ സെക്കൻഡിൽ 4K വീഡിയോ, പിന്നെ 60 ഫ്രെയിംസ് പെർ സെക്കൻഡിൽ Full HD വീഡിയോ, അല്ലെങ്കിൽ 120 ഫ്രെയിംസ് പെർ സെക്കൻഡിൽ Full HD സ്ലോ മോഷൻ വീഡിയോ റെക്കോർഡ് ചെയ്യാൻ സപ്പോർട്ടുണ്ട്. മുൻപിലെ ക്യാമറയ്ക്ക് 30 ഫ്രെയിംസ് പെർ സെക്കൻഡിൽ Full HD വീഡിയോ റെക്കോർഡ് ചെയ്യാൻ സാധിക്കും. AI സീൻ ഡിറ്റക്ഷൻ, AI പോർട്രേറ്റ് 2.0, പിന്നെ നൈറ്റ് മോഡ് എന്നീ ഫീച്ചറുകളും ക്യാമറ ആപ്പിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. EIS അഥവാ ഇലക്ട്രോണിക് ഇമേജ് സ്റ്റെബിലൈസേഷനുമുണ്ട്. Redmi Note 7 Pro ഒരു ഡ്യുവൽ നാനോ സിം സ്മാർട്ട്ഫോൺ ആണ്. ഇതിൽ Android 9 Pieയിൽ അധിഷ്ഠിതമായിട്ടുള്ള MIUI 10 ആണ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം. 18W ക്വിക്ക് ചാർജ് 4.0 സപ്പോർട്ടുള്ള Redmi Note 7 Proയിൽ 4000 mAh ബാറ്ററിയാണുള്ളത്. ക്വിക്ക് ചാർജ് സപ്പോർട്ട് ഉണ്ട് എങ്കിലും ഫോണിന്റെ കൂടെ ബോക്സിൽ ഒരു 10W 5V 2A ചാർജറാണ് ലഭിക്കുക. 4G VoLTE, Wi-Fi 802.11, BGN, AC, Bluetooth 5.0, USB Type-C, IR Blaster, 3.5mm ഒരു ജാക്ക് എന്നിവയാണ് പ്രധാന കണക്ടിവിറ്റി ഓപ്ഷൻസ്. പുറകിലുള്ള ഫിംഗർ പ്രിന്റ് സ്കാനർ കൂടാതെ ആംബിയന്റ് ലൈറ്റ് സെൻസർ, പ്രോക്സിമിറ്റി സെൻസർ, കോമ്പാസ്, ആക്സിലറോമീറ്റർ, ജിറോസ്കോപ്പ് എന്നിവയാണ് സെൻസറുകൾ. ഫിംഗർ പ്രിന്റ് സ്കാനർ കൂടാതെ ഫേസ് അൺലോക്കിംഗ് ഫീച്ചറുമുണ്ട്. 8.1mm തിക്നെസ്സുള്ള ഈ സ്മാർട്ട്ഫോണിന്റെ ഭാരം 186 grams ആണ്. xiaomi അവകാശപ്പെടുന്നത് ഇന്ന് ലഭ്യമായിട്ടുള്ളതിൽ ഏറ്റവും മികച്ച LCD ഡിസ്പ്ലേ ആണ് Redmi Note 7 പിന്നെ Redmi Note 7 Pro എന്നീ സ്മാർട്ട്ഫോണുകളിൽ ഉപയോഗിച്ചിരിക്കുന്നത് എന്നാണ്. USB Type-C പോർട്ടുമായി വരുന്ന ആദ്യത്തെ Redmi സ്മാർട്ട്ഫോണുകളാണിവ. അതുപോലെ ഈയിടെ വന്ന ഒരു വീഡിയോയിൽ Redmi Note 7 ബിൽഡ് ക്വാളിറ്റി അത്ര മികച്ചതല്ല എന്ന് കാണിക്കുന്നുണ്ട്. പ്ലാസ്റ്റിക് ബോഡിയാണ് ഈ സ്മാർട്ട്ഫോണിന്. Redmi Note 7 Proയും സെയിം ഡിസൈനിലുള്ളതാണ്. Redmi Note 7 പിന്നെ Redmi Note 7 Pro എന്നിവയ്ക്ക് ശക്തനായ ഒരു എതിരാളിയാവാൻ സാധ്യതയുള്ള 2 സ്മാർട്ട്ഫോണുകൾ മാർച്ച് 4 Realme ലോഞ്ച് ചെയ്യുന്നുണ്ട്. Realme 3 പിന്നെ Realme 3 Pro എന്നിവയാണിത്.
ഫ്ലിപ്കാർട്ടിൽ റിയൽമി 3യുടെ പേജ് ഇപ്പോൾ തന്നെ വന്നു കഴിഞ്ഞു. റിയൽമി 3ൽ മീഡിയാടെക് ഹീലിയോ P70 പ്രോസസ്സർ, വാട്ടർ ഡ്രോപ്പ് നോച്ചുള്ള ഡിസ്പ്ലേ, 4230 mAh ബാറ്ററി എന്നിവയാണ് ഉണ്ടാവുക. ഇപ്പോൾ ലഭ്യമായിട്ടുള്ള റിയൽമി U1ലും മീഡിയാടെക് ഹീലിയോ P70 പ്രോസസ്സറാണുള്ളത്. സ്നാപ്ഡ്രാഗൺ 660യേക്കാൾ അല്പം മെച്ചപ്പെട്ട പെർഫോമൻസ് ഇത് നൽകും. 1,50,000-ഓളമാണ് AnTuTu സ്കോർ. പക്ഷേ ഇത് റെഡ്മി നോട്ട് 7 പ്രോയിലുള്ള സ്നാപ്ഡ്രാഗൺ 675ന്റെ 1,75,000-ന് മുകളിൽ വരുന്ന സ്കോറിനേക്കാൾ താഴെയാണ്. ചിലപ്പോൾ റിയൽമി 3ൽ മീഡിയാടെക് ഹീലിയോ P70 പ്രോസസ്സറും റിയൽമി 3 പ്രോയിൽ കുറച്ചുകൂടി നല്ല മറ്റൊരു പ്രോസസ്സറുമായിരിക്കും ഉണ്ടാവുക. എന്തായാലും മെറ്റൽ ബോഡി ഡിസൈനിന് പകരം പ്ലാസ്റ്റിക് ഉപയോഗിച്ചു എന്ന നെഗറ്റീവ് പോയിന്റ് മാത്രം മാറ്റിവെച്ചാൽ റെഡ്മി നോട്ട് 7 പ്രോ മികച്ചതാണ്. വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കണ്ട. ഇനിയും വീഡിയോസ് അപ്ലോഡ് ചെയ്യാനുള്ള പ്രചോദനം നിങ്ങളുടെ ഓരോ ലൈക്കും കമൻസുമാണ്. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ഇപ്പോൾ തന്നെ ചെയ്യുക. ഇനി അടുത്ത വീഡിയോയിൽ കാണാം. ശുഭദിനം ആശംസിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ് ദി വീഡിയോ.